ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് പാലേമാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ആഗസ്റ്റ് 15 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡിഗ്രിയിലെ മാർക്കുമായി ബന്ധപ്പെട്ടായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത് മാത്സ് എന്ന സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് മാത്സിൽ തിയറി എന്നൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ പഠിച്ചു വന്നപ്പോഴാണ് തിയറി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. എന്നെക്കൊണ്ട് ഒരിക്കലും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് തിയറി പഠിക്കുക എന്നത്. തിയറി ഞാൻ 1 മാസം മുന്നേ കുത്തിയിരുന്ന് പഠിച്ചാൽ പോലും എന്നെയും കൊണ്ട് പാസ്സാവാൻ പറ്റത്തില്ല. കാരണം എനിക്ക് മറവിയും ടെൻഷനും ഉള്ളതുകൊണ്ട് ഞാൻ എത്ര പഠിച്ചാലും എനിക്ക് കിട്ടത്തുമില്ല. തിയറി വരുന്ന സബ്ജക്റ്റ് എനിക്ക് പാസ്സാവാനും പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് 4th സെമ്മിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്. ഞാനത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്താൽ ഒരു 50% പോലും എനിക്ക് കിട്ടത്തില്ല. ഞാൻ വെറുതെയാണ് ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒന്നും കിട്ടത്തില്ല. അപ്പം ഞാൻ സ്റ്റാറ്റി എഴുതി പാസ്സാവും തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലായി. പക്ഷേ എനിക്ക് ഫെയിലായപ്പോൾ ആകെ എന്തൊക്കെയോ പോലെയായി. ഞാൻ പറഞ്ഞു എനിക്ക് റീവാലുവേഷൻ കൊടുത്താൽ പാസ്സാവും എന്നറിയായിരുന്നു. പക്ഷെ ഞാൻ വാശിക്കായിരുന്നു, ഞാൻ കൊടുക്കില്ല. ഇത്രയും നന്നായി പഠിച്ചിട്ടും എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ എന്നൊരു വിചാരമായിരുന്നു എനിക്ക്. അതേപോലെ പിന്നെയും പോയി പ്രോബ്ലം പേപ്പറിനൊക്കെ എനിക്ക് നല്ല മാർക്ക് കിട്ടും. പക്ഷേ തിയറി പേപ്പറിനാണ് കിട്ടാത്തത്. അതേപോലെ 6th സെമസ്റ്ററിൽ എനിക്കൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ഫുള്ള് തിയറി ആയിരുന്നു. എനിക്ക് എത്ര പഠിച്ചിട്ടും മാർക്ക് കിട്ടുന്നില്ല, ഇൻറ്റേർണൽ മാർക്കൊക്കെ കുറയും. അപ്പോൾ എൻ്റെ മിസ്സിന് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. എനിക്ക് മാർക്കില്ല, നീ ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചറാന്നൊക്കെ പറയും. എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. കാരണം മിസ്സിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാൽ മനസ്സിലാവില്ല. പറയും മിസ്സേ ഞാൻ പഠിക്കുന്നുണ്ട്, എനിക്ക് മറന്നു പോകണമെന്നൊന്നും പറഞ്ഞാൽ മിസ്സ് കേൾക്കില്ല. അപ്പോൾ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ചീത്ത പറയും, ഇവളെന്താ പഠിക്കാത്ത, ഇവളെന്താ ഇവളെന്തിനിങ്ങനെ ക്ലാസ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇൻറ്റേർണൽ മാർക്ക് കുറച്ചു. അതായത് എക്സ്റ്റേണൽ എത്ര പാസ്സായാലും ഇൻറ്റേർണൽ ചേർത്താൽ നമുക്ക് റിസൾട്ട് വരുമ്പോൾ പാസ്സാവുള്ളൂ. അപ്പോൾ ഞാനത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ തിയറി എക്സാം എഴുതി. എക്സ്റ്റേണൽ എക്സാം എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പാസ്സാവുമെന്ന് വിചാരിച്ചു. റിസൾട്ട് വരുമ്പോഴും പാസ്സാവുമെന്ന് തോന്നി. പക്ഷേ എനിക്ക് ഇൻറ്റേർണൽ മാർക്ക് ഭയങ്കര കുറവായിരുന്നു, മിസ്സ് തന്നില്ല. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലായി. ഞാൻ വല്ലാണ്ട് തളർന്നു പോയി. അപ്പോൾ തളർന്നു പോയെന്ന് വെച്ചാൽ എനിക്ക് അത്രയും കാലം ഉണ്ടായിരുന്ന വിശ്വാസം മൊത്തം കയ്യിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞു എനിക്കിനി ദൈവമില്ല, മാതാവില്ല, ആരുമില്ല എന്ന് പറഞ്ഞ കൊന്തയൊക്കെ ഞാൻ ഊരി മാറ്റി ഇരുന്ന് പള്ളിയിലൊന്നും പോവാണ്ട് ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ കൃപാസനത്തിൽ വരുന്നുണ്ട്, അവരൊക്കെ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്കൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മേനോട് ചൂടായിട്ട് പറഞ്ഞു, എല്ലാവരും കൃപാസനത്തിൽ വരുന്നുണ്ട്, അതുകൊണ്ട് അവർക്കൊക്കെ കിട്ടുന്നു, നിങ്ങൾ മാത്രം എന്താ എന്നെ കൊണ്ടാത്തെ, നിങ്ങളെന്നെ കൊണ്ടുപോ, ഞാൻ വന്നിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് ആദ്യം 4th സെമ്മിൻ്റെ സപ്ലി എക്സാം എഴുതിയായിരുന്നു. അപ്പോൾ അതിനേക്കാൾ ടഫായിരുന്നു, കിട്ടില്ല, റീസപ്ലി എഴുതണമെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ആണ് ഞാൻ ആഗസ്റ്റ് 15 ഇവിടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ അന്ന് വന്നിട്ട് ഉടമ്പടി എടുത്തത്. ഞാനിവിടെ എടുത്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കയ്യിൽ കുഴപ്പമില്ലല്ലോ, ഞാൻ പഠിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് പിന്നെ എനിക്ക് കിട്ടാത്തത് എന്നൊക്കെ ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിനോട് പറഞ്ഞു എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ റീവാലുവേഷനും പാസ്സാവുകയും 4th സെമസ്റ്ററിൽ സ്റ്റാറ്റ് സപ്ലി പാസ്സാവുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും പോകില്ല എന്ന് ഞാൻ മാതാവിനൊരു വാക്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ 1 മാസത്തിനിടയ്ക്ക് എൻ്റെ 4th സെമ്മിൻ്റെ റിസൾട്ട് വന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ പാസ്സായി. കാരണം എനിക്കൊട്ടും കോൺഫിഡൻസ് ഇല്ല, കാരണം എഴുതി എനിക്കറിയാം ഞാൻ പാസ്സാവില്ല അത്. അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് റീവാലുവേഷൻ കൊടുത്താൽ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നവർ പോലും പാസ്സാവത്തില്ല. ഇപ്പോൾ റീവാലുവേഷൻ കൊടുത്ത് അവർ തോൽപ്പിക്കാനേ നോക്കത്തുള്ളൂ, പാസ്സാവില്ല എന്ന് എനിക്ക് 100% അറിയാം. വെറുതെ പിന്നെ ഞാൻ കൊടുത്തുവെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ റിസൾട്ട് വന്നിട്ട് 1 മാസമായി, ഞാൻ പാസ്സാവില്ല എന്ന് പറഞ്ഞു. ഞാൻ റിസൾട്ട് നോക്കാൻ നിന്നില്ല. റിസൾട്ട് എന്തിനാണ് നോക്കുന്നത്, ഞാൻ പാസ്സാവുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ഞാൻ നോക്കി, അത്ഭുതം എന്ന് പറയട്ടെ, എനിക്കത് റീവാലുവേഷൻ കൊടുത്തപ്പോൾ പാസ്സായി കിട്ടി. ഈ അത്ഭുതം എങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ എപ്പോഴാണ് മനസ്സിലായത്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. അപ്പം തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞു, കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഏത് നടക്കാത്ത കാര്യം, ഏത് യൂണിവേഴ്സിറ്റി അല്ല, ഏത് നടക്കാത്ത കാര്യം നമുക്ക് സാധിച്ചു കിട്ടുമെന്ന് ഞാൻ
പറഞ്ഞു. അടുത്തതായിട്ട് എനിക്ക് ഇങ്ങനെ ബാക്ക് പേപ്പേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഒന്നിനും കോഴ്സിനൊന്നും പോകാണ്ട് നിൽക്കുകയായിരുന്നു. എന്ത് പോയാലും ബയോളജി റിലേറ്റഡ് ആയിട്ട് വരുള്ളൂ. ബയോളജി എന്ന് പറഞ്ഞാൽ തിയറിയാണ്. തിയറി എന്നെ കൊണ്ട് പഠിപ്പിക്കില്ല, 8 നിലയെ പൊട്ടത്തേ ഉള്ളൂ. പക്ഷെ വീട്ടുകാരുടെ നിർബന്ധത്തിന് എനിക്ക് മെഡിക്കൽ കോഡിങ് എടുക്കേണ്ടി വന്നു. അതാണെങ്കിൽ ഫുൾ അനാട്ടമി, ഫിസിയോളജി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. മെഡിക്കൽ കോഡിങ് ആണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് നമുക്ക് പാസ്സായാൽ നമ്മുടെ പൈസ 63,000 രൂപയാണ് എക്സാം ഫീ. അത് നഷ്ടപ്പെടും. അത് പോയി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഈ പൈസ കൊടുത്തിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞിട്ട് അവരെന്നെ കേട്ടില്ല. ഞാൻ പിന്നെ മെഡിക്കൽ കോഡിങ്ങിന് വിട്ടു. ഞാൻ അവിടെ ചേർന്ന് ബയോളജി എനിക്കിഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഞാൻ പഠിച്ചു വന്നു. ഞാൻ അങ്ങനെ പഠിക്കുന്നുണ്ട്. എനിക്ക് മറവി, ടെൻഷൻ അങ്ങനൊരു സംഭവം എനിക്കുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഞാൻ നോക്കുമ്പോൾ പതിയെ എൻ്റെ ക്ലാസ്സിലെ ടോപ്പറായിട്ട് ഞാൻ മാറുന്നുണ്ടായിരുന്നു. കാരണം എനിക്കൊരിക്കലും ഓർത്തെടുക്കാത്ത സാധനമായിരുന്നു ബയോളജി. ബയോളജിക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് നല്ല മാർക്ക്, ടീച്ചേഴ്സിനൊക്കെ എന്നെ ഭയങ്കര കാര്യം. അപ്പോഴാണ് ഞാൻ ആ സമയമൊക്കെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ഉടമ്പടി തൈലം, കാശുരൂപം ഒക്കെ വെച്ച് പ്രാർത്ഥിക്കായിരുന്നു. ദൈവമേ എങ്ങനെയെങ്കിലും പാസ്സാക്കി തരണേ, ഒന്ന് പാസ്സാക്കിയാൽ മതി, 63,000 രൂപ കൊണ്ടുപോയി കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ പഠിച്ച് ഞാൻ വരുമ്പോൾ ക്ലാസ്സിലെ ടോപ്പറായിട്ട് ഞാൻ മാറി. എനിക്ക് പിന്നെ മറവി ഉണ്ടായിട്ടില്ല, ടെൻഷനും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു വിഷയമേ എനിക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഫീസ് അടയ്ക്കണം. എനിക്ക് 27 അതിനകത്ത് 12,000 രൂപ ബാങ്ക് ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പൈസ പോയി, ബാങ്കിൽ നിന്ന് പോയി, എന്നാൽ അവർക്ക് കിട്ടിയില്ല. അപ്പോൾ പൈസ കൊടുത്താൽ മാത്രമേ എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടുള്ളൂ. അപ്പോൾ മിസ്സുമാർ പറഞ്ഞു, നോക്ക് വെയിറ്റ് ചെയ്യ്, കയറുമോ നോക്കാം. ഞാൻ എത്ര നോക്കിയിട്ടും കയറിയില്ല. അപ്പോൾ എൻ്റെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, നീ സാക്ഷ്യം മാതാവിനോട് പറയാതെ നേര്, അപ്പം നിനക്ക് പൈസ കിട്ടുമെന്ന്. അമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ സാക്ഷ്യം പറയും, എനിക്ക് പൈസ കയറിയ ജസ്റ്റ് ഞാൻ ബാങ്കിൽ അക്കൗണ്ടിൽ നോക്കി, ബാലൻസ് നോക്കി, 12,000 രൂപ ഞാൻ ആ സാക്ഷ്യം എന്ന് പറഞ്ഞ സ്പോട്ടിൽ ഇത് എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നു. അത്രയും ദിവസം ഞാൻ നോക്കിയിട്ടും കിട്ടാത്ത പൈസയാണ്. ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞ സ്പോട്ടിൽ ഞാൻ നോക്കിയപ്പോൾ 12,000 രൂപ എനിക്ക് കിട്ടി. അതേപോലെ ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. എൻ്റെ റൂംമേറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമേ ക്രിസ്ത്യനായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ, ഞാനും വേറൊരു കുട്ടി. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഹോസ്റ്റലിലാവുമ്പോൾ അറിയാമല്ലോ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. പിള്ളേർ പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല, ഒന്നിനും സമ്മതിക്കില്ല, ഒച്ചയും ബഹളമൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ മാതാവിനോട് എപ്പോഴും പരാതി പറയും, മാതാവേ ഞാൻ ചെയ്യാത്തത് കൊണ്ടല്ലല്ലോ, എനിക്ക് അവസരം ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ ഞാൻ പറയായിരുന്നു. അപ്പോൾ പിന്നെ മാതാവ് പറഞ്ഞു എന്നോട്, നീ ആ ഒച്ചയും ബഹളത്തിലിരുന്ന് പ്രാർത്ഥിച്ചോ, നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ആ ഒച്ചയും ബഹളത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് മെഴുകുതിരി ഒന്നും കത്തിക്കാൻ പറ്റത്തില്ലായിരുന്നു, കാരണം സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു ചേച്ചി പറയുന്ന സാക്ഷ്യം കേട്ടു. വൈകിട്ട് കത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് നീലത്തിരിയും പച്ചത്തിരിയും രാവിലെ ഒരുമിച്ച് കത്തിക്കുന്ന കാര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അങ്ങനെ നോക്കിക്കൂടാന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ 5 മണിക്ക് എണീക്കും. രാവിലെ 5 മണിക്ക് അവിടെ ആദ്യം ഞാനാണ് എണീക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ലേറ്റൊന്നും ഇടാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ സ്ഥലമില്ല, എവിടെയില്ല. അപ്പം ഞാൻ വാടം പോലും അറിയാണ്ട്, ആരും കാണാണ്ട് ഞാൻ പതുക്കെ ഞാൻ എന്ത് ചെയ്യും, അടുക്കളയിൽ പോകും. ഞാൻ അടുക്കളയിൽ പോകുന്നത് വാടം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തിനാന്നൊക്കെ ചോദിച്ച് ചിലപ്പോൾ ചൂടാകും. അപ്പം ഞാൻ പതുക്കെ പോകും. എന്നിട്ട് പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ചായിരുന്നു എന്നും 1/2 മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് ഇങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ രാവിലെ അവിടെ ആയിരുന്നപ്പോൾ എനിക്ക് പള്ളി അടുത്തുണ്ടായിരുന്നു. ഞാൻ അവിടെ പഠിച്ചിരുന്ന എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാണ്ട് പള്ളിയിൽ പോകാൻ തുടങ്ങി. ഇപ്പോൾ പള്ളിയിൽ പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര മാറ്റങ്ങളുണ്ടായി. എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ കഴിഞ്ഞു. രണ്ടാമത് എനിക്ക് പുതുക്കണം. എനിക്ക് കോഴ്സ് കഴിഞ്ഞു. എനിക്ക് CPC എക്സാം, മെഡിക്കൽ കോഡിൻ്റെ CPC എക്സാം എഴുതണമെങ്കിൽ 2 മാസം എക്സാം പ്രിപ്പറേഷൻ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എക്സാം എഴുതണമെങ്കിൽ ഞാൻ പുതുക്കാതെ വന്ന് എക്സാം എഴുതില്ല എന്ന് വീട്ടുകാരോട് പറഞ്ഞ് മെയ് 21 ഞാൻ വന്ന് ഇവിടുന്ന് ഉടമ്പടി പുതുക്കി. ഞാൻ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് കൂടുതൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുകളും കൂടുതൽ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാമെന്ന്. അത് തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കാരണം ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്, പിന്നെ 10 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ മാക്സിമം പ്രാർത്ഥിക്കാൻ സമയം. ഞാൻ പ്രാർത്ഥിച്ചും കൂടെ കഴിഞ്ഞ് എനിക്ക് പഠിക്കാൻ സമയമില്ല. അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ.
എനിക്കതാകെ ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ക്ലാസ്സിൽ പോയി പഠിക്കും, എഴുതും. പക്ഷേ ഒരു 70 അല്ലെങ്കിൽ ബിലോ 70 എനിക്ക് മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഞാനിങ്ങനെ അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് പിന്നെ എന്തിനാണ് ഈ കാശ് രൂപവും തൈലം ഉപ്പൊക്കെ തന്നേക്കുന്നത്, അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞു. പിന്നെ മുതൽ ഞാൻ വിചാരിച്ചു, ഇതൊക്കെ എന്തിനാണ് എനിക്ക് തന്നേക്കുന്നത്, ഞാനത് ഉപയോഗിക്കൂ, മറ്റുള്ളവർ പോലെയല്ല, എനിക്കിതിൽ അനുഗ്രഹം കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, പിറ്റേന്ന് ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയപ്പോൾ കാശ് രൂപം, തൈലം, ഉപ്പ്, ഇത് 3ഉം കരുതും. എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാൻ അവിടെ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ കുരിശ് വരച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. പിന്നെ മുതൽ നടക്കുന്ന അത്ഭുതമാണ്. 70 കഷ്ടി എത്തിക്കൊണ്ടിരുന്ന എൻ്റെ മാർക്ക് 80, 85, 87, 90 വരെ എത്തി. അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട്, ലിജി നിനക്ക് പിന്നെ നീ ഇരുന്ന് പഠിക്കുന്നതിന് നിനക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പഠിക്കുകയല്ല, എനിക്ക് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥനയാണ് എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് തൈലും കാശ് രൂപ ഇത് വെക്കുമ്പോൾ കൂടുതൽ മാർക്ക് കിട്ടുമായിരുന്നു. അതിൻ്റെ ഞാൻ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെയൊക്കെ നടക്കുന്നുള്ള കാര്യം. പക്ഷേ എനിക്ക് ജീവിതത്തിൽ അത് അനുഭവിച്ചറിയാൻ പറ്റി. അതേപോലെയായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കും. ഈ ചേച്ചി എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ആ സമയം കൂടെ പഠിച്ചൂടെ, ദൈവത്തിന് എന്താ മെഡിക്കൽ കോഡിങ് അറിയോ, ദൈവമാണോ വന്ന് എക്സാം എഴുതുന്നതെന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ദൈവം തന്നെയാണ് മെഡിക്കൽ കോഡിങ് എഴുതുന്നത്. ഇത്രയും സിമ്പിളായ ഡിഗ്രി എന്നെ കൊണ്ട് പാസ്സാവാൻ എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതെനിക്ക് പറ്റും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തെളിയിച്ച് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈശോയോടും മാതാവിനോടും പറഞ്ഞു, അമ്മേ എനിക്ക് ഇവരുടെ മുന്നിൽ പ്രൂവ് ചെയ്യണം, എൻ്റെ പ്രാർത്ഥനയ്ക്കും എൻ്റെ പള്ളി പോക്കിനും ഒരു ഉത്തരം ഉണ്ടെന്ന് എനിക്ക് അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അമ്മേനോട് പറയും, അമ്മ എന്നെ അവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണേന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് എക്സാമിന് ഡേറ്റ് എടുക്കണം. ഡേറ്റ് എടുക്കാൻ നേരത്തെ എൻ്റെ മനസ്സിൽ 2 ഡേറ്റാണ് വന്നത്. ഒന്ന് August 7, ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത August 15. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഞാൻ 2 ഡേറ്റും ഒരു പേപ്പറിൽ എഴുതി തൈലവും ഉപ്പും പുരട്ടി ഞാൻ എന്ത് ചെയ്യും, ബൈബിളിൻ്റെ ഉള്ളിൽ വെക്കും. അമ്മയ്ക്ക് ഏത് ഡേറ്റാണ് ഇഷ്ടപ്പെടുന്നത് അതിനെന്തെങ്കിലും അമ്മ അത്ഭുതം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വെച്ചു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കും, August 7 നോക്കിയപ്പോൾ ഒന്നും ഒരു മാറ്റമില്ല. ജസ്റ്റ് August 15 നോക്കുമ്പോൾ ഈ അമ്മയുടെ ഈ കൃപാസന അമ്മയുടെ ഒരു സ്ട്രക്ചർ പോലെ എനിക്ക് വന്നേക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ ഇതേപോലൊക്കെ അത്ഭുതം നടക്കുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു August 15 അത് തന്നെയാണ് എൻ്റെ ഡേറ്റ് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഡേറ്റ് എടുത്തപ്പോൾ പിന്നെ പലരും പറയാൻ തുടങ്ങി, നീ ഒറ്റയ്ക്കാണ് എഴുതുന്നത്, ഞാൻ എടുത്ത എക്സാം സെൻറ്ററിൽ മിസ്സ് പറ്റൂല, മിസ്സ് ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യും, അപ്പോൾ എക്സാം അവിടെ എഴുതുന്നവരൊക്കെ തോക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ്, അതൊരു മിസ്സായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മിസ്സല്ലേ, അപ്പം അത് മാതാവായിരിക്കല്ലോ, ഞാനെന്തിനാ പേടിക്കുന്നത്, മാതാവുണ്ടല്ലോ, മാതാവായിരിക്കല്ലോ, എനിക്കെന്തിനാ ഇപ്പോൾ പേടിയെന്നൊക്കെ ചോദിച്ചു. ഞാൻ ചെന്നു. അപ്പം ഞാൻ എക്സാം എഴുതാൻ പോയി. ഞങ്ങളുടെ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കൂറിൻ്റെ എക്സാമാണ്. ഈ എക്സാം അങ്ങനെ പാസ്സാവാൻ പാടാണ്. കാരണം എല്ലാവർക്കും കിട്ടാത്തൊരു സാധനമാണ് സമയം. 4 മണിക്കൂറിൻ്റെ എക്സാം 5 മണിക്കൂർ എടുത്താൽ പോലും എഴുതി തരില്ല. കാരണം ക്വസ്റ്റ്യൻ 2 പേജ് ഉണ്ടാവും, അതിനകത്ത് ഓരോ ഓപ്ഷനിലും ഓരോ കോഡ് 3-4 കോഡ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കി വരുമ്പോഴത്തേക്കും 5 മണിക്കൂർ പോലും നമുക്ക് തികയില്ല എന്നൊരു തോന്നുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ എന്നും മാതാവിനോട് പറയും, മാതാവ് സഞ്ചാരി മാതാവാണ്, സമയ ചുരുക്കത്തിൻ്റെ മാതാവാണ്, ഈ 2 ഇതും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറയും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എക്സാമിന് കയറുന്ന സമയം ആരും കാണാതെ ഞാൻ കയറുന്ന വഴികളിലൊക്കെ ഞാൻ ഉപ്പിട്ട് കയറി. പിന്നെ മിസ്സിനോട് പറഞ്ഞ് വാഷ്റൂമിൽ പോകുകയെന്ന് പറഞ്ഞാൽ ആരും കാണാതെ കുറച്ച് തൈലം എടുത്തിട്ട് ഞാൻ എൻ്റെ തലയിൽ നെറുകയിൽ കുറച്ച് വെച്ചു. എന്നിട്ട് മാതാവിൻ്റെ കാശ് രൂപ ഞാൻ പിന്നു കുത്തി ഡ്രസ്സ് മേൽ വെച്ചു. കാരണം ഇതൊന്നും കാണാൻ പറ്റില്ല, ഇത് കണ്ട് പിടിക്കപ്പെട്ട എന്നെ എക്സാം എഴുതിപ്പിക്കത്തില്ല. കാരണം ഞാൻ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ എക്സാം എഴുതുന്നതിന് മുമ്പ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും, ഇതേപോലെ തലയിൽ നിന്ന് തൈലം എടുത്ത് തൈലം വരയ്ക്കും. ഉപ്പുണ്ടായിരുന്നു, ഉപ്പ് ഞാനൊരു പോക്കറ്റിലിട്ടിരുന്നു, ഉപ്പ് ഇതാക്കി ഞാൻ എഴുതി തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, 5 മണിക്കൂർ കൊണ്ട് ആർക്കും തീരാൻ പറ്റാത്ത സാധനം എക്സാം ഞാൻ 3 മണിക്കൂറും കൊണ്ട് എഴുതി. ബാക്കി 1 മണിക്കൂർ പിന്നെ ഞാൻ ചുമ്മാ ഡൗട്ട്സ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ പഠിക്കുന്ന ഈ മെഡിക്കൽ കോഡിങ് പഠിക്കുന്ന ആർക്കും പറ്റാത്തൊരു സാധനമാണ്
സമയം ചുരുക്കുന്നത്. കാരണം ഇത് നമുക്കങ്ങനെ സാധിക്കത്തില്ല. അത് ഞാൻ 3 മണിക്കൂർ കൊണ്ട് എഴുതി. അങ്ങനെ ഞാൻ പോന്നു, വീട്ടിലോട്ട് പോന്നു. റിസൾട്ട് അന്ന് തന്നെ വരും. നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ അന്ന് നൈറ്റ് തന്നെ നമ്മുടെ റിസൾട്ട് വരും. ഞാൻ 3 മണിക്ക് എണീറ്റു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് മാർക്ക് 75% കിട്ടി. ഞാൻ CPC എക്സാം പാസ്സായി. അപ്പോൾ എനിക്ക് ഭയങ്കര, എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അത്ഭുതമാണ് ഞാൻ ഇത്രയും സ്കോറോട് കൂടി പാസ്സാവുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് റാങ്ക് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നല്ല മാർക്കിൽ പാസ്സാവാന്ന് പറയുന്നതൊക്കെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. കാരണം ഹാർഡ് വർക്ക് ചെയ്യുക, ബാക്ക് ബെഞ്ചർ ആവുക, അത് മാത്രമായിരുന്നു എൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് കിട്ടി. അതായിരുന്നു എൻ്റെ അടുത്ത സാക്ഷ്യം. പിന്നെ എനിക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അലർജി ഉണ്ടായിരുന്നു. എനിക്ക് 18 വർഷത്തോളം അലർജി ഉണ്ട്. എനിക്ക് ഈ അലർജി കാരണം എനിക്ക് ഒരിക്കൽ പോലും 2 ദിവസം ഞാൻ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ 3-ാം ദിവസം എനിക്ക് പനിയായിരിക്കും. ഇങ്ങനെയായിരുന്നു ഈ 18 വർഷം പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ പള്ളിയിൽ വരണമെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ട് മാതാവ് മാറ്റി തരണം. മാതാവ് മാറ്റിയാൽ ഞാൻ പള്ളിയിൽ വരും, പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ ചെന്നു, ഉടമ്പടി തൈലമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ എനിക്ക് പള്ളിയിൽ പോകാതിരിക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് പനി പിടിച്ചിട്ടില്ല, എനിക്ക് അലർജി ഉണ്ടായിട്ടില്ല. എനിക്ക് അതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ ചേട്ടൻ ഒരു ടാക്സ് അനലിസ്റ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ചേട്ടന് അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് 5 സ്റ്റാർ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സാലറി കൂടും. അപ്പോൾ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടായി അത് അർഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ അത് സാധിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. വന്നു, ചേട്ടായിക്ക് തന്നെ 5 സ്റ്റാർ കിട്ടി. ചേട്ടായിക്ക് നല്ല മാർക്കോടുകൂടി ചേട്ടായിക്ക് നല്ല സാലറി കൂടുകയും ചെയ്തു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് ഞാൻ പറയുന്നത്, എനിക്ക് എൻ്റെ നാട്ടിൽ പത്രമൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഹോസ്റ്റലിൽ പോകുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ ചെന്നിട്ട് അവിടുത്തെ പള്ളികൾ, അവിടുത്തെ സ്ഥലം, എൻ്റെ ഹോസ്റ്റലിലെ ഹിന്ദു പിള്ളേർ, അങ്ങനെയുള്ളവർക്കൊക്കെ ആയിരുന്നു ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും, സാക്ഷ്യങ്ങളിടും, അച്ഛൻ്റെ ധ്യാനം ഇടും, ബൈബിൾ കോട്സ് അങ്ങനെയെല്ലാം ഇടുമായിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എനിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ്, എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്, അതുകൊണ്ട് മാതാവ് എന്ത് ചെയ്യണം, എന്നെ പാസ്സാക്കി തന്നാൽ ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ വേണ്ടതെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു. പാസ്സാക്കി വന്നു. ഞാൻ പിന്നെ പോയിട്ട് ഞാൻ പാലിയേറ്റീവ് പോയിട്ട് അവരെ സഹായിക്കുമായിരുന്നു. അവരെ സഹായിച്ചു. അവർക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തു കൊടുത്തു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ കൃപാസന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. സ്നേഹം നിറഞ്ഞവരെ, ലിജി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവച്ചത്. തൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുകയും തൻ്റെ ജീവിതത്തെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ചപ്പോൾ അത്ഭുതകരമായിട്ടുള്ള മാറ്റം വന്നുകൊണ്ട് പരിശുദ്ധാത്മ നിറവിൽ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയത്തിൻ്റെ അഭിഷേകം ഉണ്ടാകുന്ന രീതിയിൽ തൻ്റെ കഴിവുകൾക്കുമപ്പുറം ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചതിൻ്റെയും അത്ഭുതകരമായിട്ടുള്ള സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.